ആറ്റിങ്ങൽ ആലങ്കോട് വീടിന് നേരെ പെട്രോൾ ബോംബേറ്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. 16കാരുടെ ആക്രമണമെന്ന് കുടുംബം. ഇന്നലെ രാത്രി 11:45 സംഭവം. ആറ്റിങ്ങൽ ആലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ദാറുൽ സലാമിൽ സഫറുദ്ദീന്റെ വീട്ടിൽ കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിനാണ് ആക്രമികൾ തീവച്ചത്. തീവയ്ക്കുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ജൂൺ 23-ാം തീയതി ഞങ്ങളുടെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നു. അപ്പോൾ അത് പോലീസിനകത്ത് വന്ന് കേസ് കൊടുക്കുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് വീണ്ടും വന്നിട്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കും. നമുക്ക് ആളിനറിയില്ല. അങ്ങനെ പോലീസ് പറഞ്ഞ് CC ക്യാമറ വയ്ക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ CC ക്യാമറ വെച്ചപ്പോൾ CC ക്യാമറ എടുത്തിട്ട് പോയി. പിന്നെ രണ്ടാമത് വീണ്ടും പോലീസ് വന്ന് വീണ്ടും ക്യാമറ വയ്ക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ക്യാമറ എടുത്തിട്ട് പോകും. അപ്പോൾ ഇവർ പറഞ്ഞ് ഇവർ നോക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നാലും ഇതുവരെ പ്രതികളെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പ്രതിയെ പിടിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അവർ കുറ്റസമ്മതമൊക്കെ നടത്തുന്നു. കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ എന്നിട്ടും അതിനൊരു മേൽ നടപടിയില്ല. അവർ പറഞ്ഞ 16 വയസ്സായ കുട്ടി, ആ കുഞ്ഞിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ CWCയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CWCയിൽ പോയി DSPയിൽ പരാതി കൊടുത്ത് SP-ക്ക് കൊടുത്തു. CWCയിൽ നിന്ന് അവർ ഉറപ്പായിട്ടും വന്നേ പറ്റുള്ളൂ അവർ വിളിച്ച് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് വരെ ഇതുവരെ അതിൻ്റെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു നടപടികളും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഈ ചെയ്യുന്ന കുറ്റവാളിയായിട്ട് അതൊരു സാഹചര്യവും ഒരു സന്തോഷമായി. കാരണം അവരെ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പായതിൻ്റെ പേരിലാണ് അവർ ഇന്നലെ വീണ്ടും പതുപോലെ വന്നിട്ട് പെട്രോൾ ബോംബ് എറിയുന്നു, ഇത് കത്തിക്കുന്നു. അത് ഞങ്ങൾ മൊത്തം കത്തിപ്പോയ ആ സമയത്ത് പിന്നെ സാറിന് തീ അണച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നീതി എന്ന് പറയുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് വാതിലിൽ പോയി മുട്ടി. കഴിഞ്ഞ 6 മാസക്കാലമായി നിരന്തരമായി ഒരു 16കാരന്റെ ആക്രമണം ഉള്ളതായി വീട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നഗരൂർ പോലീസ് സ്റ്റേഷനിലും ആറ്റിങ്ങൽ DYSPക്കും തിരുവനന്തപുരം റൂറൽ SP-ക്കും പരാതി നൽകിയിരുന്നു. പക്ഷേ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് പോലീസിന്റെ നിർദ്ദേശാനുസരണം വീട്ടിൽ CCTV ക്യാമറ ഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതും ആക്രമികൾ നശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11:45 അക്രമികൾ വീട്ടിലെത്തി കാറിന് തീവച്ചത്. തുടർന്ന് ആറ്റിങ്ങൽ ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയായിരുന്നു. നഗരൂർ പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 6 മാസമായിട്ട് നിരന്തരം അക്രമം നടക്കുകയാണ് ഈ വീട്ടിൽ. ഇത് ഇന്നലെ നടന്നത് ശരിയായിട്ടൊരു വധശ്രമമാണ്. നെക്കുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ദേഹത്തൊക്കെ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. വീട് കത്തി, വണ്ടിയും കത്തി. കഴിഞ്ഞ 6 മാസമായിട്ട് പല പ്രാവശ്യം CCTV ഒക്കെ പൊളിച്ചുകൊണ്ട് പോയി. പരാതികൾ 16ഓളം പരാതി കൊടുത്തതായിട്ടാണ് അറിയുന്നത്. ആറ്റിങ്ങൽ നഗരൂർ SHOയ്ക്ക് മേൽ നടപടികൾ തടയുന്നത് ആറ്റിങ്ങൽ DYSP ആണെന്ന് അറിയാൻ കഴിഞ്ഞു. DYSP SHOയ്ക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്, കേസെടുക്കണ്ടെന്ന്. എന്താണ് കാര്യം? അതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ DYSP മറ്റ് ചില ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രതിയുടെ കുടുംബമായിട്ടുള്ള ബന്ധം. ഏരിയയോട് പറയുമ്പം കുറച്ച് മാന്യമായിട്ട് സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ഏതായാലും പരാതികൾക്കൊന്നും പരിഹാരം ഉണ്ടായില്ല. 6 മാസമായിട്ട് ഇതിനിടയിൽ ഒരു പ്രാവശ്യം വീട്ടിനകത്ത് കയറി ആക്രമണം നടത്തി. അന്നും കാര്യമായ പരിക്കുണ്ടായിരുന്നു. എല്ലാവരും ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത്
അതിന് ശേഷവും കേസെടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അറിയാൻ വയ്യ. ഒരു 3 പയ്യന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുകയും അവളതിനെ നിഷേധിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പോലീസ് ഓരോ പ്രാവശ്യവും വരും, എല്ലാ പ്രാവശ്യവും പോലീസ് വരും, ശരി അന്വേഷിക്കാമെന്ന് പറയും, പോകും. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.